നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഫിൻ ബാലർ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ പരാജയപ്പെട്ടതെന്ന് അതിൻ്റെ റിയൽ റീസൺ എന്താണ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ റെസ്ലിമേനിയ 35-ൽ ഫിൻ ബാലർ ഡീമൻ കിങ് ക്യാരക്ടറിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണും. വീഡിയോയുടെ കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. കഴിഞ്ഞ റോ എപ്പിസോഡ് വെച്ചാണ് ഫിൻ ബാലർ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് പരാജയപ്പെട്ടത്, ചാമ്പ്യൻഷിപ്പ് ലോസ് ചെയ്തത്. അതിൻ്റെ റിയൽ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫിൻ ബാലറിന് റെസ്ലിമേനിയ 35-ൽ വലിയൊരു മാച്ച് നിൽക്കുന്നുണ്ട്. രണ്ട് രീതിയിലുള്ള മാച്ചുകളുണ്ടെന്നാണ് പറയുന്നത്. രണ്ട് റൂമറുകളാണ്. അത് ഒന്നാമത്തെ മാച്ച് ഏതാണെന്ന് വെച്ചാൽ ഫിൻ ബാലറിന് അണ്ടർടേക്കറുടെ ഒരു മാച്ച് ഉണ്ടെന്ന്. അത് ഫിൻ ബാലർ സാധാ ഒരു ഫിൻ ബാലറല്ല, ഡീമൻ കിങ് ഫിൻ ബാലറായിട്ട് വരുന്ന അണ്ടർടേക്കറിൻ്റെ അടുത്ത് ഒരു സിംഗിൾ മാച്ച് ഉണ്ടെന്ന്. അണ്ടർടേക്കറിൻ്റെ റെസ്ലിംഗ് കരിയറിൽ ഏറ്റവും അവസാനത്തെ മാച്ച് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ മാച്ച് നടക്കാൻ ചാൻസ് ഒട്ടും തന്നെ ഇല്ല. അണ്ടർടേക്കർ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഒരു മാച്ചിനായിട്ട് ഞാൻ WWE വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ പ്രായം, എനിക്കിനി ഒരു ഫൈറ്റിനായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇനി എന്നെ ഉടനെ തന്നെ ഹോൾ ഓഫ് ഫെയിമർ ആക്കാനാണ് അണ്ടർടേക്കർ WWE എടുത്ത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനൊരു മാച്ച് ഫിൻ ബാലർ ഡീമൻ കിങ് ഫിൻ ബാലർ വേഴ്സസ് അണ്ടർടേക്കർ ഇങ്ങനൊരു മാച്ച് കാണാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്ന മാച്ച് ഏതാണെന്ന് വെച്ചാൽ ഫിൻ ബാലർ വേഴ്സസ് ബോബി ലാഷ്ലിയോട് വരുന്ന ഒരു മാച്ചാണ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മാച്ച് പല പ്രാവശ്യമായിട്ട് കണ്ടില്ല, ഇത് ഇത്രമാത്രം പ്രത്യേക റെസ്ലിമേനിയ 35-ലേക്ക് ഇങ്ങനത്തെ മാച്ച് എന്തിനാണ് വെക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ്. പക്ഷേ ഇത് സാധാ ഫിൻ ബാലറായിട്ടല്ല, ഡീമൻ കിങ് ഫിൻ ബാലറായിട്ടാണ് റെസ്ലിമേനിയ 35 വരുന്നത്. അത് ഏകദേശം കൺഫേംഡായി ഫിൻ ബാലർ ഡീമൻ കിങ് ക്യാരക്ടറാണ് വരുന്നത്. ഡീമൻ കിങ് ക്യാരക്ടർ ഫിൻ ബാലർ ബോബി ലാഷ്ലിയായിട്ട് മത്സരിക്കാൻ വരുന്നുണ്ട്. ആ മാച്ച് ഉറപ്പായിട്ട് തന്നെ ഫിൻ ബാലർ തന്നെ വിൻ ചെയ്യത്തുള്ളൂ. ന്യൂ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആവുന്നതാണ് ഫിൻ ബാലർ. അത് ഏകദേശം കൺഫേംഡ് ആയെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ WWE ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. ആ പോസ്റ്റാണ് നിങ്ങളിപ്പം കാണിക്കാം. ഇതാണ് ആ പോസ്റ്റ്. ഇന്നലെ WWE അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇട്ട പോസ്റ്റാണ്. റെസ്ലിമേനിയ 35-ലെ ഒരു പോസ്റ്റിൽ അന്നത്തെ ഫിൻ ബാലർ ഡീമൻ കിങ് ക്യാരക്ടർ നിൽക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അവർ ഇട്ടേക്കുന്നത്. അപ്പം ഇത് വെച്ച് ധാരാളം ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം വലിയൊരു ന്യൂസായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫിൻ ബാലർ ഡീമൻ കിങ് ക്യാരക്ടറിലാണ് റെസ്ലിമേനിയ 35 വരുന്നത്. ഇനി WWEയും കൂടെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്താൽ മതി ഫിൻ ബാലർ ഡീമൻ കിങ് ക്യാരക്ടറാണ് വരുന്ന റെസ്ലിമേനിയ 35-ൽ. ഇപ്പം ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട് ഫിൻ ബാലർ വേഴ്സസ് ബോബി ലാഷ്ലിയോട് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാനാണ്, റെസ്ലിമേനിയ 35 നടക്കാനാണ് വളരെ ചാൻസ് ഉള്ളത്. അങ്ങനെ ഒരു മാച്ച് നടന്നാൽ തന്നെ ഫിൻ ബാലർ തന്നെ വിജയിക്കത്തുള്ളൂ. ഡീമൻ കിങ് ക്യാരക്ടർ വരുവാണെങ്കിൽ ഫിൻ ബാലർ തന്നെ ആ മാച്ച് വിജയിച്ച് ന്യൂ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, അതേപോലെ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഫിൻ ബാലർ റെസ്ലിമേനിയ 35-ൽ ഡീമൻ കിങ് ക്യാരക്ടറിൽ വരണോ വേണ്ടോ, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബായ്.